സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഫ്രാഞ്ചൈസികളിൽ ഒന്നായ ദൃശ്യം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 ലോകമെമ്പാടും 200 കോടി കളക്ഷൻ പിന്നിട്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചയാകുന്നത്. 2013 പുറത്തിറങ്ങിയ ദൃശ്യം ഒരു സാധാരണ കുടുംബകഥയുടെ രൂപത്തിൽ ആരംഭിച്ചെങ്കിലും അതിന്റെ അസാധാരണമായ തിരക്കഥയും സസ്പെൻസ് നിറഞ്ഞ അവതരണവും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം തുറന്നു. കേബിൾ TV ഓപ്പറേറ്ററായ ജോർജ് കുട്ടി തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ നടത്തുന്ന ബുദ്ധിപരമായ നീക്കങ്ങളാണ് പ്രേക്ഷകരെ ആകർഷിപ്പിച്ചത്. തുടർന്ന് 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2 ആദ്യ ഭാഗത്തിന്റെ അതേ തീവ്രതയും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് കഥയെ കൂടുതൽ വിപുലമാക്കി. കോവിഡ് കാലത്ത് OTT റിലീസായിട്ടും ചിത്രം വലിയ സ്വീകാര്യത നേടി. ജോർജ് കുട്ടിയുടെ ജീവിതത്തിലെ പുതിയ പ്രതിസന്ധികളും അന്വേഷണത്തിന്റെ പുതിയ വഴിത്തിരിവുകളും പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി. ഇപ്പോൾ ദൃശ്യം 3 ആ കഥയുടെ അടുത്ത അധ്യായമായാണ് എത്തി നിൽക്കുന്നത്. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ആഗോള സ്വാധീനമാണ്. മലയാളത്തിൽ ആരംഭിച്ച ഈ കഥ പിന്നീട് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, സിംഹള, ചൈനീസ് ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായി ദൃശ്യം മാറി. 200 കോടി ക്ലബിലേക്ക് ദൃശ്യം 3 കടന്നെന്ന വാർത്ത ശരിവെക്കപ്പെടുകയാണെങ്കിൽ അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരിക്കും. ഒരു സാധാരണ കുടുംബനാഥന്റെ കഥയായി തുടങ്ങിയ ജോർജ് കുട്ടിയുടെ യാത്ര ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ചർച്ചയായിരുന്ന ഒരു സിനിമ ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ആഘോഷമായി മാറിയിരിക്കുകയാണ്. സിനിമാ നിരൂപകരും ആരാധകരും ഒരേ സ്വരത്തിലാണ് പറയുന്നത്, ജോർജ് കുട്ടിയുടെ കഥ അവസാനിച്ചിട്ടില്ല. ഓരോ ഭാഗവും പുതിയ രഹസ്യങ്ങൾ തുറന്നു കാട്ടിയതുപോലെ ദൃശ്യം 3 മറ്റൊരു ചരിത്ര വിജയത്തിനുള്ള വാതിൽ തുറക്കുകയാണ്. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ ലോകയെ കീഴടക്കി പുതിയ റെക്കോർഡുകൾ കുറിക്കാനുള്ള യാത്രയിലാണ് ഇപ്പോൾ ദൃശ്യം 3. ഇപ്പോൾ ആരാധകർ കരുതുന്നത് ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ യാത്രയുടെ അവസാന അധ്യായമായിരിക്കാമെന്നാണ്. സിനിമാ വൃത്തങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ പ്രകാരം ഒരു 4ാം ഭാഗം ഉണ്ടായാൽ അത് ജോർജ് കുട്ടി നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. വർഷങ്ങളായി മറച്ചുവെച്ച രഹസ്യങ്ങൾ വീണ്ടും പുറത്തു വരുമോ? പഴയ കേസിലെ പുതിയ തെളിവുകൾ അന്വേഷണത്തെ പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കുമോ? അല്ലെങ്കിൽ ജോർജ് കുട്ടി തന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം വെളിപ്പെടുത്തുമോ? ചില ആരാധക സിദ്ധാന്തങ്ങൾ പ്രകാരം ദൃശ്യം 3 കഥ കേരളത്തിന് പുറത്തേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിക്കാം. ആധുനിക ഫോറൻസ് സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടുന്ന പുതിയ അന്വേഷണ രീതികൾ ജോർജ് കുട്ടിയുടെ ബുദ്ധിയെ വെല്ലുവിളിക്കുമെന്നാണ് വിലയിരുത്തൽ. മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുക എന്നത് തന്നെ മലയാള സിനിമയ്ക്ക് വലിയ സംഭവമാണ്. ഈ കൂട്ടുകെട്ട് മുമ്പ് നൽകിയ വിജയങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ദൃശ്യം 4 യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നായിരിക്കും. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ പ്രത്യേകത അതിന്റെ സസ്പെൻസ് മാത്രമല്ല, കുടുംബം, ധാർമ്മികത, നീതി, നിയമം, മനുഷ്യന്റെ അതിജീവന വാസന, ഈ വിഷയങ്ങളെ അതീവ സൂക്ഷ്മമാക്കി കൈകാര്യം ചെയ്യുന്നതാണ് അതിന്റെ ശക്തി. അതുകൊണ്ട് തന്നെ ജോർജ് കുട്ടിയുടെ കഥ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു. ഇപ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് ഒരു പ്രഖ്യാപനത്തിനായാണ്. ദൃശ്യം 4 യാഥാർത്ഥ്യമാകുമോ? ജോർജ് കുട്ടി വീണ്ടും ഒരു അസാധ്യമായ കളി കളിക്കുമോ? അതോ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം മറികടക്കുന്ന ഒരു അവസാന ട്വിസ്റ്റ് പ്രേക്ഷകരെ കാത്തിരിക്കുകയാണോ? ഉത്തരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജോർജ് കുട്ടിയുടെ കഥ അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രേക്ഷകർ ഇപ്പോഴും തയ്യാറല്ല.